ഒരു മുസ്ലിമായ സഹോദരന്റെ, ഒരു മുസ്ലിമത്തായ സഹോദരന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ റഹ്മത്തിൽ അവൻ ഇരുന്നവനെ പോലെയാണ്. നിക്കാഹിന്റെ സദസ്സിലാണ്. നമ്മൾ ചിന്തിച്ചോളാം, അള്ളാഹു ഇത്രയും കരുണ ഇവർക്ക് ചെയ്യുമെങ്കിൽ എന്തുകൊണ്ടാണ് സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ബാക്കിയുള്ള വിഷയങ്ങളിൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്തിനെ അവൻ മനസ്സിലാക്കാത്ത? കാന്റെ വിഷയത്തിന് സുബൈ നിസ്കരിച്ചത് വാപ്പ ചോദിക്കൂല, ഉമ്മ ചോദിക്കൂല. അതാണ് അവന്റെ അന്നത്തെ ഏറ്റവും മോശമായ ദിവസം. സുബൈ നിസ്കരിക്കാതെ ഒരുത്തെ ഇറങ്ങിയാൽ അവന്റെ അന്നത്തെ ദിവസം മോശമായ ദിവസമാണ്. അതുകൊണ്ട് മഹാന്മാരെ സാരികളെ സുബൈ നിസ്കരിച്ചില്ലെങ്കിൽ അന്നത്തെ ദിവസം സൂക്ഷിക്കും. അറിയാതെ ഉറങ്ങിപ്പോയാൽ സൂക്ഷിക്കും. ഇന്നത്തെ യാത്ര, ഇന്നത്തെ കച്ചവടം, ഇന്നത്തെ ദിവസം മോശം അറിയാതെ സുബൈ കള്ളായിപ്പോയി. ചിന്തിക്കണം. നമുക്കിവിടെ സുബൈ പോയാൽ എന്താ, ദുഹർ പോയാൽ എന്താ, 5 വഖത്ത് നമസ്കാരം നമുക്ക് നഷ്ടമായാൽ എന്താ? അടുത്ത റമദാൻ മതി നമ്മുടെ മുഴുവൻ 10-11 മാസത്തെ സവാബ് അവിടെ നേടിയെടുക്കാം. 1000 വർഷത്തെ കൂലി കിട്ടി 27 രാവിലെ. 1000 വർഷം 1000 രാവ് ചെറിയ കാര്യമാണ്. അത്രയും സവാബ് കിട്ടുന്ന ഒരു കാര്യമാണ് 27 രാവ്. അതുകൊണ്ടല്ലേ എല്ലാം ചാടി പിടിച്ചോണ്ട് വരുന്നത്. ഇന്നൊരു സഹോദരൻ പറഞ്ഞ പള്ളിയിൽ 27 രാവിലെ പള്ളിയുടെ മുകളിൽ ഇരുന്ന് സെക്സ് വീഡിയോ കണ്ടു. അതിന്റെ മുകളിൽ ഇരുന്ന് വേറെ കമ്മിറ്റിക്കാര് കണ്ടു, ഫോട്ടോ എടുത്ത് അടിയായി ഉടക്കായി. 27 രാവിലെ വന്ന തൗബ കോടതി കൈയുടെ വന്ന 27 രാവിലെ വന്നിരുന്നിട്ട് കണ്ട സാരേതാ? ചിന്തിച്ചു നോക്കി. അള്ളാഹുലൊക്കെ മനസ്സിലാക്കട്ടെ. അള്ളാഹു നമുക്കൊക്കെ ഈമാൻ തരട്ടെ, അള്ളാഹുവിനെ ഭയപ്പെടാനുള്ള ഭാഗ്യം തരട്ടെ. അള്ളാഹിന്റെ വീട്ടിൽ വന്നിട്ട് കളിക്കുന്നവന് പിന്നെ അള്ളാഹ് പിന്നെ തിരിഞ്ഞു നോക്കൂല. അതാണ് മക്കയിൽ പോയിട്ട് തെറ്റ് ചെയ്യുന്നവരെ തിരിഞ്ഞു പോലും നോക്കൂല. പരിശുദ്ധമായ മക്കയിലോ മദീനയിലോ അള്ളാഹുവിന്റെ ഹറമിൽ പോയിട്ട് ആരെങ്കിലും അനാവശ്യമായി അശ്ലീലവുമായി ബന്ധപ്പെട്ടാൽ മോനെ നീ നശിച്ചത് തന്നെ, തകർന്നത് തന്നെ. അള്ളാഹു നിന്നെ വേദനിപ്പിക്കാതെ വിടൂല കേട്ടോ. സകലമായ തെറ്റുകളും ഇറക്കി വെക്കേണ്ട സ്ഥലമാണ് മക്ക. ആ പരിശുദ്ധമായ മണ്ണിൽ പോയിട്ട് തെറ്റുകൾ ചെയ്യാൻ നമ്മൾ തയ്യാറായോ? പിന്നെ അല്ല വിടുവോ? വേദനയേറിയ ശിക്ഷ നാം അവരെ രുചിപ്പിക്കുക തന്നെ ചെയ്യും. മക്കളൊക്കെ പോകുമ്പോൾ സൂക്ഷിക്കണം. മഹാന്മാർ അങ്ങനെയാണ് സൂക്ഷിച്ചിരുന്നത്, സ്വാലിഹീങ്ങൾ സൂക്ഷിച്ചിരുന്നതാണ്. ഇത് കാബയിലോട്ട് പോകുമ്പോഴേ തന്നെ സെൽഫിയുടെ സ്റ്റിക്ക് പിടിച്ചോണ്ടാണ് പോവുക. ഇവന്റെ ലക്ഷ്യം അല്ലാഹുവോ അവന്റെ റസൂലോ അല്ല. ഇവന്റെ ലക്ഷ്യം റീൽസാണ്, ദുനിയാവാണ്, വ്ലോഗറാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതേ അവര് കൊടുക്കുകയുള്ളൂ, ആഖിറം അല്ലാഹു കൊടുക്കൂല. കാരണം ഇവന്റെ ലക്ഷ്യം അല്ലാഹു അല്ല, അവന്റെ റസൂലല്ല. വഅൻതഹബത അമാലുകും വഅൻതും ലാ തശ്ഉറൂൻ. നീ അറിയാതെ തന്നെ നിന്റെ ലക്ഷക്കണക്കിന് രൂപ നഷ്ടമായി പോയി സഹോദരാ. പൈസ മുടക്കിട്ട് വന്ന് 10,000 മുടക്കി, ലക്ഷങ്ങൾ മുടക്കി മക്കയിൽ വന്ന് കഅബയിൽ വന്ന് അവന്റെ ലക്ഷ്യ സ്റ്റിക്ക് സെൽഫി നീ അറിയുന്നില്ല. അമൽ ചെയ്യാമെന്ന അല്ലാഹു എന്ന നിയത്തിൽ വാ. പള്ളിയായാലും ശരി, മക്കയായാലും ശരി, മദീനയായാലും ശരി, ഭൂമിയിൽ എവിടെയായാലും ഇന്നി വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറ സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമാ. ആകാശഭൂമികളുടെ അധീശാധികാരിയായ പടച്ചവനെ, നിന്റെ ദർബാറിൽ എന്റെ മുഖത്തെ ഞാൻ തിരിക്കുകയാണ് അല്ലാഹ്. വമാ അന മിനൽ മുശ്രികീൻ. നീ എതിർത്തവരും നീ അംഗീകരിക്കാത്തവരുമായ ബഹുദൈവവാദികളോട് എനിക്കൊരു ബന്ധവുമില്ല അല്ലാഹ്. എന്റെ പ്രതിജ്ഞയാണ് അല്ലാഹുവിനോട്. അല്ലാഹുവായിട്ടുള്ള ബന്ധത്തിനാണ് അവിടെ സ്ഥാനം. നമ്മൾ എന്തിനു നിസ്കരിക്കാൻ പറ്റുന്നത്? ആർക്ക് വേണ്ടി? ആരെ കാണിക്കാൻ? എന്റെ മുഖത്തെ ഞാൻ നിന്നിലേക്ക് തിരിച്ചു. ഹനീഫൻ മുസ്ലിമാ. ഞാൻ ലോക്കൽ മുസ്ലിം അല്ല. അള്ളാന്റെ അടുക്കൽ വന്ന് നമ്മൾ പ്രതിജ്ഞ എടുക്കുകയാണ്, ഞാൻ ലോക്കൽ മുസ്ലിം അല്ല, ക്വാളിറ്റി ഉള്ളവനാണ്. ഞാൻ എല്ലാ സർവവും നിനക്ക് വേണ്ടി സമർപ്പിക്കുന്ന ഒരു മുസ്ലിമാണ് വിളിച്ചവന്. ഞാൻ മുശ്രിക്കൊന്നുമല്ല. ഞാൻ ബിംബത്തിന്റെ മുന്നിൽ സുജൂദ്
ഞാൻ ദീപാരാധന നടത്തുന്നവനല്ല, ഞാൻ വൃക്ഷത്തിന്റെ മുന്നിൽ പോയി സുജൂദ് ചെയ്യൂല പടച്ചവനെ. ഇതിന്റെയൊക്കെ സൃഷ്ടാവായ നിന്റെ മുന്നിലാണ് ഞാൻ വന്നതല്ല, നിന്റെ മുന്നിലാണ് ഞാൻ വന്നതല്ല. അതാണ് പ്രതിജ്ഞ, കൈകെട്ടിട്ടുള്ള പ്രതിജ്ഞ. അതാണ് ഈ പ്രതിജ്ഞ എടുത്തിട്ട് പിന്നെ ആ പ്രതിജ്ഞ ചെയ്ത വ്യക്തിയെ കണ്ടില്ലെങ്കിൽ പിന്നെ എന്താ അർത്ഥം? പിന്നെന്താ അതിന്റെ അർത്ഥം? നീയൊക്കെ വന്നതല്ലേ, പള്ളിയിൽ വന്നതല്ലേ, നിസ്കരിച്ചല്ലേ, അള്ളാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ വന്നവനല്ലേ, ഇപ്പൊ നിന്നെ കാണുന്നില്ല, എവിടെ പോയി? ആഖിറത്തിൽ എന്നെ കാണാൻ വരണ്ടേ? അള്ളാഹ് ചോദിക്കാണ്, ആഖിറത്തിൽ വരണ്ടേ? ആലു അവലം തകുൻ ആയാതി തുത്ലാ അലൈക്കും ഫകുൻതും ബിഹാ തുകദ്ദിബൂൻ. അലം തകുൻ ആയാതി തുത്ലാ അലൈക്കും ഫകുൻതും ബിഹാ തുകദ്ദിബൂൻ. അല്ലാഹുവിന്റെ അടുക്കലേക്ക് വരുമ്പോ, വെറുകയോടെ വരുമ്പോ പടച്ചവനെ ഒന്ന് രക്ഷപ്പെടുത്തണേ എന്ന് റബ്ബിന്റെ കോടതിയിലേക്ക് നമ്മൾ സമീപിക്കുമ്പോ പടച്ചവൻ നമ്മോട് ചോദിക്കുകയാണ്, അലം തകുൻ ആയാതി തുത്ലാ അലൈക്കും ഫകുൻതും ബിഹാ തുകദ്ദിബൂൻ. നമ്മളൊക്കെ എല്ലാ വെള്ളിയാഴ്ച നിങ്ങൾ പ്രസംഗം കേട്ടതല്ലേ, എല്ലാ റമദാനിലെ നസിഹത്ത് കേട്ടതല്ലേ, പരിശുദ്ധമായ റമദാനിന്റെ പകലുകളൊക്കെ അല്ലാഹ് ഇതുപോലെ ദിക്ർ ചൊല്ലി ഇബാദത്ത് നടന്നവരല്ലേ. പ്രവാചകന്മാരൊക്കെ നിങ്ങൾക്ക് വന്ന് താക്കീത് ചെയ്തു തന്നതല്ലേ, ആഖിറത്തുണ്ടെന്നൊക്കെ പരിചയപ്പെടുത്തിയതല്ലേ, ദുനിയാവല്ല വലുതെന്ന് മനസ്സിലാക്കി തന്നതല്ലേ. അലോബലാ, അതെ അല്ലാ. പക്ഷെ ദുനിയാവിന്റെ രസവും ദുനിയാവിന്റെ പ്രസരിപ്പിലും ഞങ്ങൾ വീണുപോയി പടച്ചവനെ. കുടുങ്ങിപ്പോയില്ലേ? അവിടെ കുടുങ്ങിയെങ്കിൽ ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവിടെ എന്തെങ്കിലുമൊക്കെ സേവ് ചെയ്തിരുന്നെങ്കിൽ ഇവിടെ ATM എടുക്കാറുണ്ട്. സേവിങ്ങില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റും. എന്തെങ്കിലും ചെയ്തതിന് വന്ന വല്ല വീഴ്ച ഉണ്ടെങ്കിൽ നമുക്കൊരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഒന്നുമില്ലല്ലോ. ആകെ ഒരു റമദാൻ ഉണ്ടായിരുന്നു, അത് നീ വീഡിയോ കണ്ടോണ്ടിരിക്കുകയായിരുന്നു, അതും ഗുണപ്പെട്ടില്ല. പിന്നെ തന്നെ എവിടെ പിന്നെ പോയി നോക്കാൻ അല്ല ചിന്തിക്കണ്ടേ? ഇതൊക്കെ ചോദ്യം ഉണ്ടല്ലോ. ആഖിറത്തെ കുറിച്ച് ഒരു പേടി, ഒരു ആഖിറത്തെ കുറിച്ച് ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് നിസ്കാരമൊക്കെ നിലനിർത്താൻ തോന്നുള്ളൂ, മനസ്സ് വരുള്ളൂ. ഇല്ലാത്തവർക്ക് അങ്ങനെ മനസ്സ് വരില്ല. അതിന്റെ അർത്ഥം അപ്പൊ നാളെ ആഖിറത്തെ പോയി ഇങ്ങനെ കേൾക്കേണ്ടി വരും. ഫമൻ ഖഫ്ഫത മവാസീനുഹു ഫഉലൈക അല്ലദീന ഖസിറൂ അൻഫുസഹും ഫീ ജഹന്നമ ഖാലിദൂൻ. അല്ലാഹു നീതിമാനാണ് പടച്ചവൻ. നമ്മുടെ നന്മയുടെയും തിന്മയുടെയും ഏടുകൾ എടുത്ത് അതാ മീസാനിൽ വെക്കുകയാണ്. വേഗം പിടിച്ചിട്ട് വെക്കുക, തൂക്കാൻ എടുത്ത് വെക്കും. മലക്കളെ എടുത്ത് വെക്കും, നോക്കട്ടെ ഇവന്റെ കാര്യം എടുത്ത് വെക്കും, സ്കാൻ ചെയ്യട്ടെ, എടുത്ത് വെക്കുക. അത് നമ്മൾ അള്ളാഹുവിന്റെ മുന്നിൽ കൊണ്ട് വിളിച്ചവരെ നീ കള്ളനാണ്, നീ അനീതി ചെയ്യുന്നവനാണ് എന്നൊന്നും അള്ളാഹ് നമ്മളെ കുറ്റം പറയരുത്. നമ്മുടെ നന്മകൾ തിന്മകൾ എടുത്ത് അള്ളാഹ് നമ്മുടെ മുന്നിൽ തന്നെ വെക്കും, എടുത്ത് വെക്കും, തൂക്കും. നമ്മളിപ്പോലെ സാധനം വിൽക്കാൻ കൊണ്ടുപോകും, നമ്മുടെ മുന്നിൽ വെച്ചല്ലേ തൂക്കുന്നത്. ഇല്ല അപ്പുറത്തോട്ട് തൂക്കിയിട്ടല്ലോ വരുന്നത്. നമ്മളൊരു സാധനം വാങ്ങുകയാണെങ്കിലും അവന്റെ ത്രാസിന്റെ എല്ലാ മേഖലയിലും നോക്കിക്കൊണ്ടിരിക്കും. എവിടെയെങ്കിലും ഇച്ചിരി ഒരു കിലോ അടച്ച് വാങ്ങാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. എവിടെയെങ്കിലും കൊണ്ട് അവൻ തൂക്കിയത് അഡ്ജസ്റ്റ്മെന്റ് ആക്കുന്നുണ്ട്. സ്വർണ്ണം വാങ്ങിക്കാൻ ഇങ്ങനെ നിൽക്കും, കണ്ണിൽ എണ്ണ ഒഴിച്ചിട്ടിരിക്കും. ആരെല്ലാം തോണ്ടിയാലും തിരിഞ്ഞു നോക്കല്ലേ, നെല്ല് ഇത് ക്ലിയർ ആവട്ടെ, നെല്ല് ഇങ്ങനെ കാണിക്കുള്ളൂ, നെല്ല് നോക്കട്ടെ. കണ്ണിൽ എണ്ണ ഒഴിച്ചു നോക്കി തിരിങ്ങളും പറയുമെന്ന്. അപ്പൊ അള്ളാഹ് നമ്മുടെ മുന്നിൽ വെച്ചിട്ട് നമ്മുടെ നന്മയും തന്നെ എടുത്ത് തിലാസിലിട്ട് വെച്ചിട്ട് തൂക്ക്. നീ തന്നെ കണ്ടോ. നമ്മളെ തന്നെ അന്ന് കാണിക്കുകയാണ്. നമ്മളൊന്നും നോക്കില്ല, ഇതെന്നെ നോക്കി തിലാസ്, ഇത് കറക്റ്റാണ്. ഇത് ഡിജിറ്റൽ ആണെന്ന് പറഞ്ഞ് അവിടെ അഡ്ജസ്റ്റ്മെന്റ് ഒന്നും അഡ്ജസ്റ്റബിൾ ഒന്നും ഇവിടെ ഇല്ല. ഇതെല്ലാം കറക്റ്റാണ്. ഇതാ നോക്കോ, എടുത്ത് വെച്ച് നോക്കോ. فمن ثقلت موازينه فأولئك هم المفلحون. ആരുടെ നന്മയ്ക്ക് അവിടെ ഭാരം കൊണ്ടോ അവൻ ജയിച്ചു. അവിടെ ചർച്ച അതേയുള്ളൂ. ومن خفت موازينه فأولئك الذين خسروا أنفسهم في جهنم خالدون. സ്വർഗ്ഗത്തിലേക്ക് പോകാനുള്ള നന്മ നിനക്കില്ല എങ്കിൽ നിന്റെ തുലാസിൽ നന്മയുടെ ഭാരം കുറഞ്ഞു പോയാൽ നിന്റെ നേരെ പറഞ്ഞു വിടുന്ന ഒരു താവളം, അത് നരകമാണ്. അല്ലാഹു നമ്മളെ അതിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മളിതൊക്കെ ഇവിടെ പറഞ്ഞിട്ട് അവിടെ പോയിട്ട് കൈയും കാലും മലത്തിയിട്ട് കാര്യമില്ല സുഹൃത്തുക്കളെ. കുറഞ്ഞ കാലഘട്ടത്തിന് ജീവിതമേ ഉള്ളൂ.
കുറഞ്ഞ കാലഘട്ടത്തിലെ ജീവിതം അതനുസരിക്കുക അല്ലാഹുവിനെ. അതുകൊണ്ട് അല്ലാഹു നമ്മുടെ ഉപദേശിക്കുന്നത് വഅനീബു ഇലാ റബ്ബികും വസ്ലിമൂ ലഹു മിൻ ഖബ്ലി അൻ യഅതിയകുമുൽ അദാബ് വഅൻതും ലാ തശ്ഉറൂൻ. നീ അറിയാതെ ഒരു വിപത്ത്, ആപത്ത്, മുസീബത്ത്, ശിക്ഷ നിന്നെ പിടികൂടുന്നതിന് മുമ്പ് അല്ലാഹുവിലേക്ക് നീ യഥേഷ്ടം അടുക്കണേ. അടുത്തു വാ. ഒരു ശിക്ഷ വന്ന് നിന്നെ പിടികൂടിയാല് പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. ഐസിയിലായി പോയി, കണ്ണടഞ്ഞു കിടക്കാണ്, പല ഭാഗത്തൊന്നും ഓസെടുത്ത് ഫിറ്റ് ചെയ്തിരിക്കാണ്, കണ്ണ് തുറക്കാൻ കഴിയുന്നില്ല, വെന്റിലേറ്ററിലേക്ക് മാറ്റി, ഒരു കലിമ പോലും ചൊല്ലാൻ പറ്റുന്നില്ല, ഒരു തൗബ പോലും ചെയ്യാൻ കഴിയുന്നില്ല. കണ്ണു തുറന്ന് തന്റെ കൂട്ടുകാരെ, സുഹൃത്തുക്കളെ, കുടുംബക്കാരെ, അനന്തരാവകാശികളെ, തന്റെ സന്താനങ്ങളെ ഒന്ന് നോക്കാനോ ഒന്ന് പുഞ്ചിരിക്കാനോ അവരോടൊരു വസിയത്ത് ചെയ്യാനോ കഴിയുന്നില്ല. പെട്ടെന്ന് വന്നു പോയി. അന്നേരം പറയും അന്തഖൂല നഫ്സു യാ ഹസ്റതാ അലാ മാ ഫറത്തു ഫീ ജംബില്ലാഹ് വഇൻ കുന്തു ലമിനസ് സാഖിരീൻ. ആഖിറത്തിലെത്തിയിട്ട് പടച്ച റബ്ബേ, എന്റെ ദുനിയാവിലെ കഴിഞ്ഞകാല ജീവിതമെല്ലാം ഞാൻ രസത്തിലെ കളിയിലുമായി നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ അല്ലാഹ്. ഇന്ന് ഞാൻ ഇവിടെ ആക്ഷേപകരുടെ കൂട്ടത്തിൽ പെട്ടുപോയല്ലോ പടച്ചവനെ. ആവർത്തിക്കൊണ്ട് എന്ത് ഫായിദ? അവിടെ കൊണ്ട് പറയും, അങ്ങനെ എന്ത് ദുനിയാവിൽ ചെയ്തിരുന്നെങ്കിൽ എനിക്ക് അവിടെ രക്ഷപ്പെടാമായിരുന്നല്ലോ. أن تقول النفس يا حسرتا على ما فرطت في جنب الله وإن كنت لمن الساخرين أو تقول لو أن الله هداني لكنت من المتقين. അല്ലെങ്കിൽ അല്ലാഹ് നീ എനിക്ക് വഴി കാണിച്ചു തന്നിരുന്നെങ്കിൽ, എന്നെ നീ ഹിദായത്തിന്റെ മാർഗത്തിലൂടെ കൊണ്ടുപോയിരുന്നെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ നിന്നെ ഭയപ്പെടുന്ന ഒരു മതബോധമുള്ള വ്യക്തിയായി മാറുമായിരുന്നു. അതും കഴിഞ്ഞില്ല. അവസാനം ശിക്ഷ കാണുമ്പോ, അല്ലാഹുവിന്റെ മുന്നിൽ അവൻ ശിക്ഷ കാണുമ്പോ അവൻ തന്നെ വിളിച്ച് പറയുകയാണ്, പടച്ചവനെ, എനിക്ക് നീ ദുനിയാവിൽ ഒരു അവസരം കൂടി നൽകിയാൽ ഫഅകൂന മിനൽ മുഹ്സിനീൻ, ഞാൻ നിനക്ക് നന്മയുള്ളവനും ഉപകാരമുള്ളവനും നിന്നെ ഭയപ്പെടുന്നവനുമായി മാറിയേക്കാം. അതിനുള്ള അവസരം നീ ഒരുക്കണേ അല്ലാഹ്. അങ്ങനെ നീ ആഖിറത്തിൽ വിലപിക്കുന്നതിന് മുമ്പ് അല്ലാഹുവിലേക്ക് മടങ്ങുക. ഇതാ അല്ലാഹ് പറയുന്നത്. ഇങ്ങനെ നീ വിലപിക്കേണ്ടി വരും. أن تقول نفس يا حسرة على ما فرطت في جنب الله وإن كنت لمن الساخرين. ഒന്ന്. രണ്ട്, أو تقول لو أن الله هداني لكنت من المتقين. എനിക്ക് ഹിദായത്ത് തന്നിട്ട് ഞാൻ മുത്തഖീങ്ങളായി പെട്ടാണ്. മൂന്ന്, أو تقول حين ترى العذاب لو أن لي كرة. ഒന്നുകൂടെ, ഒരു ചാൻസ് കൂടെ, لو أن لي كرة فأكون من المحسنين. ഞാൻ നല്ലവനായി മാറുമായിരുന്നു. ഇങ്ങനെ നീ വിലപിക്കേണ്ട ഒരു സാഹചര്യം ആഖിറത്തിൽ വരും മോനെ. അതിനു മുമ്പ് വഅനീബൂ ഇലാ റബ്ബികും വഅസ്ലിമൂ ലഹു. അല്ലാഹുവിലേക്ക് മടങ്ങ് വാ. അത് റമദാനിലല്ല, അത് ഹജ്ജിന്റെ സമയത്തല്ല, അത് റബീഉൽ അവ്വലിലല്ല, അത് മുഹറമിലല്ല. അല്ലാഹു നമുക്ക് ആഫിയത്തും ആരോഗ്യം തന്നിരിക്കുന്ന സമയത്ത് അല്ലാഹുവിലേക്ക് മടങ്ങുന്ന പറഞ്ഞത്. അവിടെ ചെന്നിട്ട് ഈ ആരോഗ്യം കളഞ്ഞിട്ട് വെറും കൈയോടുകൂടി ആഖിറത്തിൽ എത്തിയിട്ട് പടച്ചവന്റെ കോടതിയിൽ എത്തിയിട്ട് വിലപിക്കുന്ന വിലാപമാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ആയത്തിലൂടെ നമ്മളെ പഠിപ്പിച്ചത്. എന്നിട്ട് അവിടെ നീ വന്നിട്ട് ഇങ്ങനെ കരഞ്ഞിട്ട് കാര്യമില്ലാതെ അല്ലാഹു പറഞ്ഞത്. അതിന് മുമ്പ് വേണമെങ്കിൽ മടങ്ങിക്കോന്നാ പറഞ്ഞത്. വഅനീബൂ ഇലാ റബ്ബികും വഅസ്ലിമൂ ലഹു മിൻ ഖബ്ലി അൻ യഅതിയകുമുൽ അദാബ് വഅൻതും ലാ തശ്ഉറൂൻ. നീ അറിയാതെ പൊടുന്നനെ സംഭവിക്കാൻ പോകുന്ന വിപത്ത് അത് വന്ന് വീഴുന്നതിന് മുമ്പ് മടങ്ങ്. വന്ന് വീണതിന് ശേഷം മടങ്ങിയിട്ട് കാര്യമില്ല. ചെറിയ കാര്യമല്ല സുഹൃത്തുക്കളെ. അല്ലാഹു വളരെ ഗൗരവത്തോടു കൂടിയാണ് നമ്മുടെ അടുത്ത് പറയുന്നത്.
വളരെ കൂടുതൽ നമ്മൾ നിസ്കരിക്കാവുന്ന വന്നു. നിസ്കാരത്തിന് എന്തൊരാളായിരുന്നു, എല്ലാം കഴിഞ്ഞു, എല്ലാവരും പോയി, പള്ളികളൊക്കെ പോയി, എല്ലാം തീർന്നു. നിസ്കാരമെല്ലാം കഴിഞ്ഞ് പള്ളിയിലെത്തി. ഒരു മനുഷ്യരില്ല, പള്ളിയൊക്കെ കാലിയായി. 5 സഫ് 6 സഫ് പള്ളികളൊക്കെ 1.25 സഫ് 3/4 സഫ് 1.5 സഫ് ഹാഫ് ക്വാർട്ടർ അതിലതൊക്കെ ഒതുങ്ങിയാണ്. ഇപ്പൊ ഫുൾ ഒക്കെ ഉണ്ടായിരുന്നു. ഫുൾ ഇപ്പൊ ഇല്ല, ഫുൾ അല്ല, ഇപ്പൊ ക്വാർട്ടറിലെത്തി സംഭവം. എല്ലാം എത്തി. ഇവിടെ പോയി എവിടെ പോയി നാളാഹൃത്യത്തുമ്പോൾ നിസ്കാരം ഉള്ളവർ നിസ്കാരം ഇല്ലാത്തവർ കണ്ടുമുട്ടു. അവിടെ കണ്ടുമുട്ടു. ഫുൾ പള്ളിയിൽ വന്നവരും ഹാഫ് ക്വാർട്ടറായിട്ട് വന്നവരൊക്കെ ആഖിറത്തിൽ കണ്ടുമുട്ടും. ഇങ്ങോട്ടിരുന്ന് കുല്ലു നഫ്സിൻ ബിമാ കസബത് റഹീന ഇല്ലാ സ്വഹാബൽ യമീൻ ഫീ ജന്നാതി യതസാഅലൂൻ അനിൽ മുജ്രിമീൻ മാ സലകകും ഫീ സഖർ ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ വലം നകു നുത്ഇമുൽ മിസ്കീൻ വകുന്നാ നഖൂദു മഅൽ ഖായിദീൻ വകുന്നാ നുകദ്ദിബു ബിയൗമിദ്ദീൻ. നാളെ സ്വർഗത്തിലെത്തി സ്വർഗാവകാശികള് മറ്റന്മാരെ വിളിച്ച് ചോദിക്കും, അളിയാ റമദാൻ എന്റെ കൂടെ വന്ന് എന്റെ ഇപ്പൊ പള്ളി വിളിച്ചപ്പോ നീ എന്താണ് വരാത്ത? അല്ല, റമദാന് ശേഷം നിന്നെ വിളിച്ചിട്ട് നിന്നെ കാണുന്നില്ലല്ലോ. തമ്പുരാനായിരുന്നു റമദാൻ മൊത്തം. തമ്പുരാൻ കഴിഞ്ഞപ്പോ എമ്പുരാനായി. പിന്നെ അവരെ കാണാനില്ല. എവിടെ പോയളിയാ? അളിയ നീ പള്ളി പോയി തമ്പുരാനെ കളി, ഞാൻ അവിടെ പോയി എമ്പുരാനെ കണ്ടോളാം. വിളിച്ചവരില്ല, സംഭവമില്ല. അകർത്തിയെത്തി. തമ്പുരാൻ ആൾക്കാരും എമ്പുരാൻ ആൾക്കാരും അപ്പുറത്തും പുറത്ത് നിൽക്കും. ചോദിക്കും, അയ്യോ നീ നരകത്തിൽ പോകാൻ കാരണമെന്തേ? ചോദിപ്പിക്കില്ല, അഭിമുഖമായിട്ടിരിക്കല്ലോ. നമ്മളിപ്പോ ഒരു ഷോറൂമിൽ പോയാൽ നമ്മുടെ വണ്ടി ഗ്ലാസിന് അപ്പുറത്തിട്ട് പണിയുന്നത് ഇപ്പുറത്തിരുന്ന് നമുക്ക് കാണാം. വിളിച്ച് ചോദിക്കാം, അതിന്റെ ആ ടയറിന്റെ ഭാഗം ഇങ്ങനെ ഇരിക്കുന്ന ഒന്ന് ഗ്ലാസിനകത്തോടെ അകത്തോട്ട് കെട്ടിവിടില്ല. നോ അഡ്മിഷൻ വിത്തൗട്ട് പെർമിഷൻ. അങ്ങനല്ലേ സർവീസ് സെന്ററിലൊക്കെ പോകുമ്പോൾ ഗ്ലാസിനകത്ത് കയറ്റി ഒരു കട്ടൻ ചായ ഒരു വാട്ടർ ബിസ്ക്കറ്റ് ഒക്കെ തന്ന് നമ്മൾ അതിനകത്ത് ഇരുത്തിയാക്കും. അതിനകത്ത് അവിടെ കുറച്ച് ചെയ്തോണ്ട് ഇത് കുറച്ച് നമ്മളൊരു വീക്ഷണത്തിൽ നോക്കുമ്പോൾ അവിടെ ഒരു ചെറിയ എന്തോ ഒരു ഓട്ടം പോലെ കാണുന്നല്ലോ. ഒന്ന് പറയാം, പറയാം, നമുക്ക് കേൾക്കട്ടെ, ഗ്ലാസിനകത്തിട്ടില്ലേ? അപ്പൊ ചോദിക്കേണ്ട അപ്പുറത്തും പുറത്തിരിക്കുന്നവരോട്, നീ എന്തിനാ നരകത്തിൽ പോയത്? ആ നരകത്തിൽ പോയി കിടക്കേണ്ട കാര്യം എന്താണ്? നമ്മൾ ഒരുമിച്ചല്ലേ പള്ളിയിലൊക്കെ പോയി നോക്കിയിരുന്നത്. പിന്നെന്താ നരകത്തിൽ പോയത്? പള്ളിയിൽ ഞാൻ വന്നിരുന്നു, പക്ഷെ അളിയാ പള്ളിയുടെ മുകളിലിരുന്ന് ഞാൻ റീൽസ് കാണുകയായിരുന്നു. അളിയാ ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് പള്ളി നീ അകത്തോടല്ലേ പോയി, ഞാൻ മുകളിലോട്ട് പോയി. ഇന്ന് മുകളിലോട്ട് പോയവർക്ക് നാളെ മുകളിൽ പോകാൻ പറ്റൂല. താഴോട്ട് അകത്തേക്ക് പോയിട്ട് ഇന്ന് പള്ളി വന്നിട്ട് കണ്ടില്ല. നമുക്ക് നോക്കാൻ പറ്റിയ അവന്റെ പഠിക്കുന്നതായിരുന്നു സംഭവം. നിസ്കാരമില്ല, ഒന്നും ഇല്ലായിരുന്നു. പാവപ്പെട്ടവന്റെ ഗേറ്റിന്റെ മുന്നിൽ വന്ന് യാചിച്ചു നിന്നിട്ട് ഒരു നേരത്തെ ഭക്ഷണം നീ അവർക്ക് കൊടുക്കാത്തവനല്ലേ? കോടാനുകോടികൾ ഉണ്ടായിട്ട് എന്താണ് കാര്യം? ഒരു നേരത്തെ ഭക്ഷണം പാവപ്പെട്ടവന്റെ വയറ് നിറയ്ക്കാൻ, ഒരിച്ചാണ് നിറയ്ക്കാൻ നീ കൊടുക്കാത്തവനായത് കൊണ്ട് നീ സകലന്ന നരകത്തിൽ പോയി കിടന്നു. എന്നിട്ടോ ഞങ്ങളവിടൊക്കെ വന്ന് ചുമ്മാ ഒന്ന് തല കാണിച്ച് പൊതിയൊന്നും ഇല്ലാന്ന് കണ്ട് ഞങ്ങള് മുങ്ങി അടിയാ. അർത്ഥം നിങ്ങൾ നോക്കിക്കോ, ഞാൻ നഹൂദ് തന്ന മുങ്ങുന്ന അർത്ഥം. ഞങ്ങൾക്ക് ഇവിടെ പരിപാടി ഈ പരിപാടി ദീനിൽ നിന്ന്, അള്ളാഹുവിന്റെ മതത്തിൽ നിന്ന് ഞങ്ങള് മുങ്ങി. നോക്കിയപ്പോ ഇന്ന് മുട്ട ബിരിയാണി, അവിടെ മട്ടൻ ബിരിയാണി. നമ്മൾ ഇവിടുന്ന് മുങ്ങി അങ്ങോട്ട് പോയി. അപ്പൊ ഇവ ഇങ്ങനെ കറങ്ങുന്ന എന്തിനാണ് സംഭവം? അപ്പൊ കൂടെ ഉള്ളവന്മാർ അവരുടെ കൂടെ മുങ്ങി. ഞങ്ങള് മുങ്ങുന്നവരുടെ കൂട്ടത്തിൽ മുങ്ങുകയായിരുന്നു. ദീനിൽ നിന്ന് ഒളിച്ചോടുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഒളിച്ചോടുകയായിരുന്നു. നമസ്കാരത്തിൽ നിന്ന്, നോമ്പിൽ നിന്ന്, ഖുർആനിൽ നിന്ന്, ഖുർആനിൽ നിന്ന്, ഇതിൽ നിന്നൊക്കെ ഒഴിവാകുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ മെല്ലെ മുങ്ങിപ്പോയടിയാ.
നിനക്ക് ആഖിറത്തിൽ ഇങ്ങനെ ഒരു വിശ്വാസം ഉണ്ടാകണ്ടെന്നൊക്കെ അള്ളാഹുവിന്റെ റസൂലിനൊക്കെ ഒരു വിശ്വസിക്കണം എന്നൊക്കെ ഉസ്താദന്മാരൊക്കെ പ്രസംഗിക്കും. അതൊക്കെ ശരിയാ. ആ പരലോകത്തെ ദിവസത്തെ ഞങ്ങളെ കളവാക്കി നിഷേധിച്ചു അല്ലാഹ്. ഇവരാണ് അവിടെ കിടക്കുന്നത്. ആര് പറഞ്ഞ ആഗ്രഹമുണ്ടെന്ന്, പരലോകമുണ്ടെന്ന് ആര് പറഞ്ഞു? ഇതൊക്കെ ഇപ്പൊ പറയുമ്പോ മനസ്സിലാവില്ല, നാളെ ആഖിറത്തിൽ നേരിൽ കാണുമ്പോൾ അവർ മനസ്സിലാകും. ആഖിറത്തിന്റെ ദിവസത്തെ നിഷേധിക്കുന്നവരാണ് ഈ ദുനിയാവിൽ അള്ളാഹുവുമായി ബന്ധം സ്ഥാപിക്കാത്തവർ. ആലോചിച്ചോളൂ, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ആഖിറത്തെ ഭയപ്പെടുന്നവരും ആഖിറത്തിന്റെ ഭയാനകത അംഗീകരിക്കുന്നവർക്കും ഈ ദുനിയാവിൽ അള്ളാഹുവിനെ മറക്കാൻ പറ്റൂല, ഇബാദത്ത് ഒഴിവാക്കാൻ പറ്റൂല. അതുകൊണ്ട് ആഖിറത്തെ ഭയപ്പെടുന്നവർ, നാളെ നമുക്ക് ചോദ്യമുണ്ടാകും, നമ്മളെ പിടിച്ചു നിർത്തപ്പെടും എന്ന് ആർക്കെങ്കിലും അല്പമെങ്കിലും വിശ്വാസമുണ്ടെങ്കിൽ അവർ അള്ളാഹുവിലേക്ക് അടുക്കട്ടെ, അവർ നമസ്കാരം നിലനിർത്തട്ടെ. റമദാൻ മാസം എന്ന് പറയുന്നത് അത് വരും പോകും, റബീഉൽ അവ്വൽ വരും പോകും, ഹജ്ജ് വരും പോകും. ദുനിയാവിൽ ഒരുപാട് പേര് ജീവിച്ചിരിക്കും, മരിക്കും. നബിതങ്ങൾ ജീവിച്ചിരുന്നു, വഫാത്തായി. അമ്പിയാക്കൾ എത്ര പേര് ജീവിച്ചു? 1,24,000 വന്നു, വഫാത്തായി. പക്ഷേ അള്ളാഹുവിനെയാണ് നമ്മൾ വിശ്വസിക്കുന്നെങ്കിൽ അവൻ ഒരിക്കലും മരിച്ചിട്ടില്ല, അവൻ ഒരിക്കലും നശിച്ചിട്ടില്ല, അവൻ നശിക്കുകയുമില്ല. ഹയ്യുൻ ഖയ്യൂം, നിതാന്ത ജാഗ്രതയുള്ള നിത്യ ചൈതന്യമാണ് അല്ലാഹ്. അവനെയാണ് ആരാധിക്കുന്നതെങ്കിൽ അവൻ റമദാനിലല്ല, റമദാൻ കഴിഞ്ഞിട്ട് അവൻ ഹയാത്തോട് കൂടിയുണ്ട്, അവനിലേക്ക് മടങ്ങി. റസൂലുള്ളാഹിയാണ് ആരാധിക്കുന്നെങ്കിൽ റസൂലുള്ളാഹി വഫാത്തായി. റമദാനിനെയാണ് ആരാധിക്കുന്നെങ്കിൽ റമദാൻ മരിച്ചുപോയി, ഇപ്പൊ ശവ്വാലായി, റമദാൻ മരിച്ചു. അതുകൊണ്ടാണ് മഹാന്മാർ ദുആ ചെയ്തത്, അല്ലാഹുമ്മ ലാ തജ്അൽനാ മിൻ ഉബാദി റമദാൻ വജ്അൽനാ മിൻ ഇബാദിക സ്വാലിഹീൻ. അല്ലാഹുവേ, റമദാനിനെ ആരാധിക്കുന്നവരായി ഞങ്ങളെ നീ ആക്കി കളയല്ലേ അല്ലാഹ്. റമദാനിനെ ആരാധിക്കുന്നവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തല്ലേ അല്ലാഹ്. വജ്അൽനാ മിൻ ഇബാദിക സ്വാലിഹീൻ, സച്ചരിതരായ സദ്ഗുണസമ്പന്നരായ നിന്റെ യഥാർത്ഥ ദാസന്മാരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അതാണ് ദുആ. യഥാർത്ഥത്തിൽ ദുആ അതാണ്. റമദാനിനെ ആരാധിക്കുന്നവരായിട്ട് ഞങ്ങളെ നീ അംഗീകരിക്കണ്ട, അങ്ങനെയുള്ളവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുകയും വേണ്ട. അല്ലാഹു കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. മരണം വരെ, അവസാനത്തെ ശ്വാസം വരെ അള്ളാഹുവിനെ ആരാധിച്ച് ഇബാദത്ത് എടുത്ത് ആഖിറത്തിൽ സന്തോഷത്തോടുകൂടി സ്വർഗ്ഗലോകത്ത് പരിലസിക്കാൻ അള്ളാഹു ഇഷ്ടപ്പെട്ട ദാസന്മാരോടൊപ്പം, ആരിഫീങ്ങളോടൊപ്പം, ഔലിയാക്കളോടൊപ്പം പരിലസിക്കാൻ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്ക്. പുതിയ ഇനി അടുത്ത ദിവസങ്ങൾ റമദാൻ കഴിഞ്ഞു, ഹജ്ജിന്റെ മാസങ്ങളാണ്. ഹജ്ജിന് പോകാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തണം. വരുന്ന വർഷങ്ങളിലെങ്കിലും, ഈ വർഷം പോകാത്തവർ വരുന്ന വർഷങ്ങളിലെങ്കിലും ഹജ്ജിന് നമ്മൾ തയ്യാറാകണം. ദിവസങ്ങൾ കഴിയുന്തോറും പ്രതിസന്ധികൾ കൂടുകയാണ്. അവസാനം ഹജ്ജിന് പോലും പോകാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലെത്തും. കോടിക്കണക്കിന് രൂപ കയ്യിലുണ്ടാകും, ഹജ്ജിന് പോകാൻ പറ്റാത്ത ഒരു അവസ്ഥ വരും. നഊദുബില്ല. അന്നേരം ഖേദിച്ചിട്ട് കാര്യമില്ല, ആഖിറത്തിൽ നമ്മൾ ഇതിന് മറുപടി പറയേണ്ടി വരും. ഇപ്പോഴതിനുള്ള സൗകര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് എത്രയും വേഗം അതിനുള്ള മാർഗങ്ങൾ നമ്മൾ കണ്ടെത്തുകയും മരണത്തിന് മുമ്പ്, അത് ഏത് സമയവും മരണപ്പെടാം, അതിനു മുമ്പ് അള്ളാഹുവിനോടുള്ള ബാധ്യതകൾ തീർത്തു വെച്ച് സന്തോഷത്തോടു കൂടി അവനെ കണ്ടുമുട്ടാൻ വേണ്ടി പരിശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على محمد النبي الأمي بعدد كل معلوم له. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളുടെ തെറ്റുകളെല്ലാം നീ പൊരുത്തപ്പെട്ടതുണ്ട്. അല്ലാഹ് മാപ്പ് ചെയ്യണേ പടച്ചവനെ. തെറ്റിന്റെ പേരിൽ ദുനിയാവിലും ആഖിറത്തിലും നാണം കെടുത്തല്ലേ അല്ലാഹുവേ.